Hello. Welcome to market discussion of the day. Today, 13th of November 2025. തേഴ്സ്ഡേ ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് US നിന്ന് CPIയുടെ ഡേറ്റ വരുന്ന ദിവസമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ബേസിക്കലി ഇന്ന് നമുക്ക് നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഫണ്ടമെൻ്റൽസിലോട്ട് പോകാം. ഓക്കെ, ഓൾറെഡി നമുക്ക് UK നിന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, UK നിന്നിട്ടുള്ള എന്താ പറയുക ന്യൂസ് നമുക്ക് GDP ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന GDP അനൗൺസ്മെൻ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. 0% ആയിരുന്നു പ്രീവിയസ് വന്നത്. ഫോർകാസ്റ്റും 0% ആയിരുന്നു. വന്നപ്പോൾ -0.1% ആയിരുന്നു GDP അനൗൺസ്മെൻറ്റ് വന്നത്. ഓക്കെ, അത് വലിയൊരു മാറ്റമാണോ എന്ന് ചോദിച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടിട്ട് തന്നെ GBPയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ആക്ച്വലി GBP മുകളിലോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. സോ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് എന്താണ് നമ്മളുടെ CPIയുടെ ന്യൂസ് വരാനായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച നോൺ ഫാം പേറോള് പോലും വന്നിട്ടില്ല. US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആണ്. സോ അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു ന്യൂസ് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു സേഫ്റ്റിക്ക് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വൈകുന്നേരത്തിന് മുന്നേ UK ടൈമിംഗ് 1:30 സോ ഇന്ത്യൻ ടൈമിംഗ് ഓൾമോസ്റ്റ് ഒരു 6 മണിക്ക് മുന്നേ ആയിട്ട് ഒരു 2 മണിക്കൂർ മുന്നേ എങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസും വരുന്നുണ്ട്. ഓക്കെ, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഈ ആഴ്ച വ്യാഴാഴ്ച ആയിരിക്കും വരുന്നത്. കാരണം ചൊവ്വാഴ്ച നമുക്ക് US അവധി ആയതുകൊണ്ടിട്ട്. ഓക്കെ, നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസും വരുന്നുണ്ട്. സോ ബേസിക്കലി ഇന്ന് നമുക്ക് വൈകുന്നേരത്തിന് ശേഷം ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ പുതിയ ബാച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ചാണ്. അടുത്ത ബാച്ച് അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് രണ്ട് ബാച്ചിലായിട്ടാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 2 ആഴ്ചയാണ് ക്ലാസ് നടക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, നിങ്ങൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ബ്രോക്കേഴ്സ് ചോദിക്കുന്നുണ്ട് അടുത്ത് ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു ബ്രോക്കറിനെ കുറിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ കമ്പനിയുടെ റെഗുലേഷനാണ് നോക്കേണ്ടത്. അപ്പോൾ റെഗുലേഷൻ നമ്മൾ നോക്കിയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 റെഗുലേഷൻസ് ആണ് നമ്മളുടെ സ്റ്റാർ ട്രേഡറിനുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡർ റെഗുലേഷൻ. UAEയിലുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഏത് ബ്രോക്കർ യൂസ് ചെയ്യുകയാണെങ്കിലും സ്കാഡർ റെഗുലേഷൻ ഉണ്ടോ എന്ന് ഉള്ള കാര്യം മേക്ക് ഷുവർ ചെയ്യുക. അതിൻ്റെ കൂടെ UK ബേസ് ചെയ്തിട്ടുള്ള FCയുടെ റെഗുലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് FCയുടെ റെഗുലേഷൻ കേട്ടോ. അതേപോലെ ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASHയുടെ റെഗുലേഷനും ഉള്ളൊരു ബ്രോക്കറാണ് നമ്മുടെ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ STP അക്കൗണ്ട്സും ECN അക്കൗണ്ട്സും ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഡെപ്പോസിറ്റും ബോണസ് അതേപോലെ വിഡ്രോവൽസ് എല്ലാം വളരെ ഫാസ്റ്റാണ്. ഓക്കെ, സോ നമുക്ക് ഓൾമോസ്റ്റ് 90% അന്നത്തെ ദിവസം തന്നെ ഒരു 3-4 മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് വിഡ്രോവൽ ചെയ്താൽ കിട്ടും. പക്ഷേ ചിലപ്പോൾ ഫ്രൈഡേസ് ഒക്കെ ആണെങ്കിൽ, ചിലപ്പം ഫ്രൈഡേ ഈവനിങ്ങിന് ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണെങ്കിൽ ചിലപ്പം പിറ്റേ ദിവസം അല്ലെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ ആവും. ആ ഒരു കാര്യം സാറ്റർഡേ സൺഡേ അവധി ആയതുകൊണ്ടിട്ട്. ഓക്കെ, സോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അന്നത്തെ ദിവസം തന്നെ ഒരു 90% കിട്ടാറുണ്ട്. ഇല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ വിഡ്രോ ചെയ്ത പൈസ കിട്ടാറുമുണ്ട്. ഓക്കെ, സോ ഡെപ്പോസിറ്റ് ബോണസിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും എന്താ പറയുക കാച്ചി ആയിട്ടുള്ളൊരു സംഭവം. ഫസ്റ്റ് ഡെപ്പോസിറ്റിന് നമ്മൾ UK ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് $1,000 100% ബോണസ് ആണ്. അതായത് 1000 ഇടുന്ന ഒരാൾക്ക് $2,000 ഡെപ്പോസിറ്റ് ബോണസ് ആയിട്ട് കിട്ടുന്നത്. സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് ഓക്കെ, അതിൽ കൂടുതൽ എത്ര പൈസ ഇടുന്നു അതിൻ്റെ എല്ലാം 20% കിട്ടും. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതിൻ്റെ എല്ലാം 20% ബോണസ് ആയിട്ട് തരികയും ചെയ്യും. ഇന്ത്യൻ ക്ലയൻസ് ആണ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ UAE ക്ലയൻസ് ആണെങ്കിൽ ഫസ്റ്റ് $500 50% ആണ് ബോണസ് കിട്ടുന്നത്. അതിൽ കൂടുതൽ എത്ര പൈസയുണ്ടോ അതിൻ്റെ 20% ബോണസും തരും. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസും തരും. സോ നിങ്ങൾക്ക് സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്റ്റാറിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഞാനൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാ എൻക്വയറീസും ഞാനായിരിക്കും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കമ്പനിക്ക് മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ലൈവ് ചാറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ തന്നെ സോൾവ് ചെയ്ത് തരും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ തന്നെ സോൾവ് ചെയ്ത് തരും. അതുകൊണ്ട് എൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. ലിങ്ക് എടുക്കാൻ നേരത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആപ്പ് ത്രൂ ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ദുബായ് കസ്റ്റമേഴ്സിന് പ്രത്യേക ലിങ്കാണ്, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫോർ ദുബായ് ക്ലയൻസ് എന്ന് പറഞ്ഞ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. സോ അത് നോക്കി ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു മെസ്സേജും കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ JPYയിലോട്ട് പോകാം. JPY 154.97 വരെ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്, അല്ലെങ്കിൽ 155 വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് റീട്രേസ് ചെയ്ത് അല്ലെങ്കിൽ അവിടുന്ന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഉണ്ടായി അവിടുന്ന് താഴോട്ട് വന്ന് ഇപ്പോൾ മാർക്കറ്റ് 154.30 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നമുക്ക് ഇന്നലെ ഓപ്പർച്യൂണിറ്റി JPYയിൽ ഉണ്ടായിരുന്നില്ല അല്ലേ. 154 അവിടുന്ന് ബൈ എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. 154.30 വരെയൊക്കെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ. ഇന്ന് നമുക്ക് 154 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഉറക്കെ CPIയുടെ ഡേറ്റ ഉണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം ഇന്ന് CPIയുടെ ഡേറ്റ വന്നാൽ ഉറപ്പായിട്ട് മാർക്കറ്റിൽ വലിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. പക്ഷേ നമുക്ക് ഈ ഒരു റിസ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 154 അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. കാരണം JPY അപ് ട്രെൻഡാണ്. പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ജപ്പാൻ്റെ എക്കണോമി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുതിയൊരു പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷം നല്ല രീതിയിലുള്ളൊരു മാറ്റമുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ അടുത്ത 154 to 156, 56 to 58, 58 to 162, അതായത് കഴിഞ്ഞ കുറച്ച് കാലത്തെ 10-20 വർഷത്തെ ഓൾ ടൈം ഹൈ ആണ് ഈ 162 എന്ന് പറയുന്നത്. അവിടെ വരെ റീച്ച് ആവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് JPYക്ക്. ഓക്കെ, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ പിന്നെയും മുകളിലോട്ട് പോകും കേട്ടോ. ഓക്കെ, സോ JPYയുടെ ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ നേരെ യൂറോയിലോട്ട് വരാം. യൂറോ 1.16176 നിൽക്കുന്നു. 1.16 ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഓക്കെ, സോ 1.1500 ആയിരുന്നു നല്ലൊരു എൻട്രി എന്ന് ഞാൻ പറഞ്ഞു. 1.1540 ഇന്നലെ കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യാനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 1.1540 വരെ മാർക്കറ്റ് വന്നിട്ടില്ല. അതുകൊണ്ടിട്ട് യൂറോയിലും നമുക്ക് ഇന്നലെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം പിടിക്കാതിരിക്കുക. നോക്കി ട്രേഡ് ചെയ്യുക. എല്ലാത് നമ്മൾ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റിയുടെ എടുത്ത് പോവുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ 1.1616 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. സോ എനിക്ക് പറയാനായിട്ടുള്ളത്, മാർക്കറ്റ് വീണ്ടും ഒന്നുകൂടെ താഴെ വീണ് കിട്ടിയാൽ 1.1540 വരെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇല്ലാത്ത പക്ഷം നമുക്ക് ഇന്ന് 1.1600 മുകളിലായിട്ട് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുകയും നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.1600 അവിടെ മാർക്കറ്റ് കിട്ടിയാൽ 1.16 വന്ന് നിൽക്കുകയൊന്നുമില്ല കേട്ടോ. 1.1610, 1.1620 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. സോ ഇന്ന് അറ്റ്ലീസ്റ്റ് 1.1550 അവിടെ വന്ന് കിട്ടിയാലും ബൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ന്യൂസ് ടൈമിലല്ല, CPIയുടെ ഡേറ്റ നോക്കിയിട്ട് വേണം അത് ചെയ്യാനെടുത്ത് ഓർമ്മിപ്പിച്ച് പോകുന്നു ഞാൻ. ഓക്കെ, നമ്മൾ നേരെ GBPയിലോട്ട് വരുമ്പം GBP നമുക്ക് ഇന്നലെ പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി തന്നു. 1.3100 ബൈ ചെയ്യാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബൈ എവിടെ എത്തിയിട്ടുണ്ടോ നോക്കൂ. ഇവിടെ പ്രോപ്പറായിട്ട് എത്തിയിട്ടുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. സോ അതും നമുക്ക് നല്ലൊരു 1 hour ക്യാൻഡിൽ പ്രോപ്പറായിട്ടൊരു ഓപ്പണിംഗ് അവിടെ നടക്കുകയും നമുക്കത് ബൈ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്തു അല്ലേ. സോ അത് പ്രോപ്പറായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അവിടെ അങ്ങനെ എടുത്തിട്ടുള്ള ആൾക്കാരെല്ലാവരും ഓൾമോസ്റ്റ് 770 പിപ്സിൻ്റെ വരെ പ്രോഫിറ്റ് വരെ വന്നിട്ടുണ്ട് മാർക്കറ്റ്. വെയിറ്റ് ചെയ്യുക, 1.3190 വരെ അല്ലെങ്കിൽ 3180 വരെയൊക്കെ നമുക്ക് ഈ ഒരു ടേക്ക് പ്രോഫിറ്റ് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഓക്കെ, വേണം എന്നുള്ള ആൾക്കാർക്ക് പാർഷ്യലി മാത്രം അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. കാരണം നമ്മുടെ യൂറോ അപ് ട്രെൻഡ് ആണ്. ലോങ്ങർ ടേമിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് എന്തായാലും ഒരു 1.3
3500 വരെയൊക്കെ എത്താനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് GBP-യിൽ. ഓക്കെ, സോ അതുകൊണ്ടിട്ട് GBP ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്ത ആൾക്കാർ വെയിറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് 4233 നിൽക്കുന്നു. സോ ഇന്നലെ ഉച്ചയ്ക്ക്, ഇവിടുത്തെ ഉച്ചയ്ക്കാണ്, 3 മണിക്കുള്ള ക്യാൻഡിലാണ് കേട്ടോ അത്. ഉച്ചയ്ക്ക് 3 മണിക്കുള്ള ക്യാൻഡിലായിരുന്നു ഇത്. 3 മണിക്കുള്ള ക്യാൻഡിലായിരുന്നു. 3000 ഞാൻ കിടക്കുന്ന ഇപ്പോഴും ഗോൾഡിൻ്റെ കാര്യത്തിന് 4136 മാർക്കറ്റ് ആ 1 അവർ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് ഒറ്റയടിക്ക് മാർക്കറ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിലൊക്കെ എടുത്തെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു 1 അവർ കൊണ്ട് ഓൾമോസ്റ്റ് 500 പിപ്പിൻ്റെ മൂവ്മെൻ്റാണ് ഉണ്ടായത്. ഓക്കെ, സോ അത് വളരെ വലിയൊരു മൂവ്മെൻ്റ് ആണ്. അതിനുശേഷം 4200 മുകളിലൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 216 വരെയൊക്കെ, സോറി അത് ഇന്ന് രാവിലെ പോയതാണ്, 4205 ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് റീട്രേസ് ചെയ്ത് 4180 വരെ മാർക്കറ്റ് എത്തിയിട്ട് ഇപ്പോൾ തിരിച്ച് മാർക്കറ്റ് 4233 നിൽക്കുന്നു. സോ ബേസിക്കലി ഇന്നലെ മാർക്കറ്റ് $100 കൂടുതൽ ഓടിയിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നൊരു കാര്യം, $100 കൂടുതൽ ഓടിയിട്ടുള്ള ദിവസങ്ങളുടെ പിറ്റേ ദിവസം മാർക്കറ്റ് ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, പക്ഷെ ട്രേഡ് ചെയ്യണം നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു $50 റീട്രേസ് ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. 4180 വരെയൊക്കെ നമുക്ക് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ 4180 എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കാക്കി എടുക്കുകയും അവിടുന്ന് നമുക്ക് ബൈ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യവുമാണ് ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ 4200 എന്ന് പറയുന്നതും ഒരു ബെഞ്ച് മാർക്കാണ്. അവിടുന്ന് വേണമെങ്കിലും വേണം എന്നുള്ള ആൾക്കാർക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. 4200 അവിടെ നിന്ന് ഒരു ബൈ എൻട്രി ഉണ്ട്, അവിടെ ചെറിയ ലോട്ട് എടുക്കുക. 4180 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നല്ല ലോട്ട് എടുക്കുക. $30 സ്റ്റോപ്പ് ലോസ് വെക്കുക. $45 ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് സേഫായിട്ട് ട്രേഡ് ചെയ്യുക. ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് വളരെ വലുതാണ്. അതേപോലെ തന്നെ ഗോൾഡിനെ ബാധിക്കുന്ന ഒരുപാട് പൊളിറ്റിക്കൽ കണ്ടീഷൻസ് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം US എക്കണോമിയുടെ കാര്യം ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ താരിഫ്. നേരത്തെ മാർക്കറ്റ് 3470-80 നിൽക്കുന്ന സമയത്ത്, 3380 നിൽക്കുന്ന സമയത്ത് ഒറ്റ ദിവസം ഒരു ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ചയാണെന്നാണ് എൻ്റെ വിശ്വാസം, ഒറ്റ ദിവസം $400 താഴ്ച, അതായത് 4000 പിപ്പിൻ്റെ താഴ്ചയാണ് മാർക്കറ്റിൽ ഉണ്ടായത്. അത് താഴെ പോയി ഒരു 2-3 ദിവസം കൊണ്ട് 3880 വരെ മാർക്കറ്റ് പോവുകയും ചെയ്തു. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ അന്ന് നമ്മുടെ ചൈന US തമ്മിലുള്ളൊരു ട്രേഡ് ഡീല് നടക്കും എന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷെ അത് നടന്നില്ല എന്നല്ല, അതിനകത്തൊരു സൈൻഡ് എഗ്രിമെന്റ് വന്നിട്ടില്ല താരിഫിന്റെ കാര്യത്തിനകത്ത്. ഓക്കെ, സോ ആ സൈൻഡ് എഗ്രിമെന്റ് വരാത്തത് കൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി. ഇത്രയേ ഉള്ളൂ റീസൺ ഗോൾഡ് മുകളിലോട്ട് പോകാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. അതിന്റെ കൂടെ റഷ്യ ഉക്രൈൻ വാർ അതിന്റെ ഏറ്റവും എന്താ പറയുക ടോപ്പിൽ നിൽക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ മിസൈലൊക്കെ ഇട്ടിട്ടുള്ള റീസെന്റ് ടൈംസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് പുടിന് ഒരുപാട് പ്രഷറുണ്ട് ഈ വാർ അവസാനിപ്പിക്കാനായിട്ട്. പക്ഷെ അത് അവസാനിക്കില്ലയോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെ മിസൈൽസ് പരീക്ഷണം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപും പുടിനും ഒക്കെ പറയുന്നുണ്ട്. അതും കാലങ്ങളോളം, വീക്കുകളോളം കടലിൻ്റെ അടിയിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന മിസൈലുകൾ, അറ്റോമിക് ബോംബുകൾ പരീക്ഷണം നടത്തും എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. സോ ഇതൊക്കെ ഗോൾഡിൽ ഉണ്ടാക്കുന്ന പ്രഷർ ചെറിയതൊന്നും അല്ല, വലിയ പ്രഷറാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് ഗോൾഡ് മുകളിലോട്ട് പോകുന്നതാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള കാര്യം. കാരണം ഒരുപാട് ആൾക്കാർ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഗോൾഡ് മുകളിലോട്ട് പോകുന്നത്. ഇതൊക്കെയാണ് റീസൺ. ഓക്കെ, സോ അല്ലാതെ ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ളൊരു ഇതൊന്നും അല്ല. ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആണ് ഇതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച വളരെ സ്ലോ മൂവ്മെന്റ് ആയിരുന്നു. സോ ഈ ആഴ്ച ഗോൾഡ് പറക്കുകയും ചെയ്തു. ഓൾമോസ്റ്റ് ഈ ആഴ്ച മാത്രം ഗോൾഡ് മൂവ് ചെയ്തത് എത്രൻ്റെ മൂവ്മെന്റ് ആണ്? 2300 പിപ്പിന്റെ മൂവ്മെന്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഓക്കെ, 3 ദിവസം കൊണ്ട് കേട്ടോ, 3 ദിവസം കൊണ്ടാണ്. സോ വളരെ വലിയൊരു മൂവ്മെന്റ് ആണ് നടന്നിട്ടുള്ളത്. സോ ഇവിടുന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് മുകളിലോട്ടാണ്, അപ് ട്രെൻഡ് ആണ്, സെല്ലിൽ നിൽക്കാതിരിക്കുക എന്നുള്ള ഒരേ ഒരു എന്താ പറയുക ഒരു സംഭവം നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് ലോങ്ങർ ടേമിൽ പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് പോവുകയും ചെയ്യാം എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ എടുത്ത് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക. അതേപോലെ തന്നെ ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് എന്താ പറയുക ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.
പിന്നെ അതേപോലെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹൗ നമ്മുടെ ബ്രോക്കേഴ്സ് ആക്ച്വലി മേക്സ് മണി എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള ആൾക്കാർക്ക്. എന്തായാലും അത് എൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ആണ്, എടുത്തത് കണ്ടു നോക്കുക. ഓക്കെ, എന്നിട്ട് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ബ്രോക്കേഴ്സിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.